മുംബൈയിലെ ഒരു മഴ രാത്രിയിൽ ബിസിനസ് ഭീമനായ അമിത് മൽഹോത്രയുടെ ലക്ഷങ്ങൾ വിലയുള്ള വജ്രമോതിരം അബദ്ധത്തിൽ നഷ്ടപ്പെടുന്നു. എന്നാൽ തന്റെ ദാരിദ്ര്യം മറന്നും ആ മോതിരം തിരികെ നൽകാൻ അമിത്തിന്റെ കാറിന് പിന്നാലെ ഓടിയെത്തിയ ഒരു പെൺകുട്ടി അവന്റെ ഹൃദയം കീഴടക്കുന്നു. തന്റെ ഭൂതകാലത്തെക്കുറിച്ചോ പേരിനെക്കുറിച്ചോ യാതൊരു ഓർമ്മയുമില്ലാതെ ഒരു 5 വയസ്സുകാരിയുടെ നിഷ്കളങ്കതയോടെ ജീവിക്കുന്ന അവളെ അമിത് തന്റെ തണലിലേക്ക് കൂട്ടുന്നു. അവൻ അവൾക്ക് സിതാര എന്ന് പേരിട്ടു. ലോകം അവളെ ഒരു ഭ്രാന്തിയെന്നോ അനാഥയെന്നോ വിളിച്ചപ്പോഴും അമിത് അവളെ തന്റെ പ്രാണനായി കണ്ടു. അവളുടെ നിഴലായി മാറി. തന്റെ ഭൂതകാലം ഒരു കനത്ത മൂടൽമഞ്ഞായി ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച സിതാര അമിത്തിന്റെ സ്നേഹത്തിൽ മറ്റൊരു ലോകത്ത് ജീവിക്കുകയായിരുന്നു. പക്ഷേ ആ നിശബ്ദത അധികനാൾ നീണ്ടു നിന്നില്ല. ഒരപ്രതീക്ഷിത നിമിഷം അവളുടെ മറവിക്കുമേൽ ഓർമ്മകളുടെ ഇടിമിന്നലായി മാറുന്നതോടെ സിതാരയുടെ കഥ പുതിയൊരു വഴിത്തിരിവിലേക്ക് കടക്കുന്നു. ഇനി തുടർന്ന് കേൾക്കുക. അവളുടെ തലയിൽ ശക്തമായ ആഘാതം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ആഘാതത്തിലായിരിക്കും അവൾക്ക് ഓർമ്മകൾ നഷ്ടപ്പെട്ടത്. ആ ഓർമ്മകൾ വീണ്ടും കിട്ടിയാൽ അവൾ ആരാണെന്ന് നമുക്കറിയാൻ കഴിയും. അമിത്, അവളുടെ ഉപബോധ മനസ്സെ ആ പഴയ ഓർമ്മകളെ പീഡിക്കുന്നുണ്ട്. അവൾ ഓർമ്മകൾ വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ ഒന്നും ചെയ്യേണ്ട. ഒരു ദിവസം അവൾ അത് സ്വയം തിരിച്ചറിയുന്ന നിമിഷം വരും. ശരി. ഡോക്ടർ വർമ്മ പോയി കഴിഞ്ഞിട്ടും അമിത്തിന്റെ മനസ്സിലെ അസ്വസ്ഥത അടങ്ങിയില്ല. അവൻ മെല്ലെ സിതാരയുടെ മുറിയിലേക്ക് നടന്നു. അവിടെ അവൾ ജനാലയ്ക്കലിരുന്ന് ആകാശത്തെ നക്ഷത്രങ്ങളെ നോക്കി എന്തോ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. അവളുടെ ആ വെള്ളാരം കണ്ണുകളിലേക്ക് നോക്കി അവൻ പതുക്കെ ചോദിച്ചു, സിതാര, നിനക്ക് സത്യത്തിൽ ഒന്നും ഓർമ്മയില്ലേ? നിന്റെ വീട് എവിടെയാണെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? നിന്റെ അച്ഛനും അമ്മയും ആരാണെന്ന് ഓർക്കുന്നുണ്ടോ നീ? ആ ചോദ്യം കേട്ടതും അവളുടെ മുഖത്തെ ആ പ്രസന്നത പതുക്കെ മാഞ്ഞു. അവൾ നെറ്റി ചുളിച്ചു. അവൻ പറഞ്ഞ വാക്കുകൾ അവളുടെ ഉള്ളിലെ ഇരുളടഞ്ഞ ഏതോ ഗുഹയിലേക്ക് പോയി പതിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. എന്റെ പേര് സിതാര എന്നല്ലേ? അവൾ സംശയത്തോടെ ചോദിച്ചു. അല്ല, അത് ഞാനിട്ട പേരല്ലേ. നിനക്ക് നിന്റെ ശരിക്കുള്ള ആ പേര് ഓർമ്മയുണ്ടോ? ഒന്ന് ആലോചിച്ചു നോക്കിയേ. അമിത് അവളുടെ കൈകളിൽ പിടിച്ചു. സിതാര കണ്ണുകൾ മുറുകെ അടച്ചു. അവൾ തന്റെ ഭൂതകാലത്തിന്റെ താളുകൾ മറിക്കാൻ ശ്രമിച്ചു. പെട്ടെന്ന് അവളുടെ തലയ്ക്കുള്ളിൽ മിന്നൽ പിണരുകൾ പോലെ ചില ദൃശ്യങ്ങൾ കടന്നുപോയി. എനിക്കറിയില്ല അമിത്, തലവേദനിക്കുന്നു. അവളുടെ ശബ്ദം വിറച്ചു. അവൾ ശ്വാസം കിട്ടാതെ പിടയുന്നത് പോലെ അമിത്തിന് തോന്നി. അവൾ തന്റെ തലയിൽ 2 കൈകൾ കൊണ്ടും അമർത്തിപ്പിടിച്ചു. ഓർക്കാൻ നോക്ക് സിതാര, ആ മുഖങ്ങൾ. അവർ നിന്നെ എന്താണ് വിളിച്ചിരുന്നത്? അമിത് അറിയാതെ അവളുടെ മേൽ സമ്മർദ്ദം ചെലുത്തിപ്പോയി. അവൾ നിലവിളിച്ചുകൊണ്ട് തറയിലേക്ക് ഇരുന്നു പോയി. അവളുടെ മുഖം വിളറി വെളുത്തു. ശരീരം ഐസ് പോലെ തണുത്തു. ഓർമ്മകളുടെ ആ ഭാരം താങ്ങാൻ അവളുടെ പിഞ്ചു മനസ്സിന് കഴിയുമായിരുന്നില്ല. അവളുടെ ആ അവസ്ഥ കണ്ട് അമിത് ശരിക്കും ഭയന്നുപോയി. തന്റെ ചോദ്യങ്ങൾ അവളെ എത്രത്തോളം വേദനിപ്പിക്കുന്നുവെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവൻ ഉടനെ അവളെ ചേർത്ത് പിടിച്ചു. വേണ്ട സിതാര, നീ ഒന്നും ഓർക്കണ്ട. അവൻ അവളുടെ മുടിയിൽ തലോടി അവളെ ആശ്വസിപ്പിച്ചു. അവളുടെ വിറയൽ മാറുന്നതുവരെ അവൻ അവളെ മാറോട് ചേർത്ത് പിടിച്ചു. ഇനി ഞാൻ ഒന്നും ചോദിക്കില്ല. നിനക്ക് ഒന്നും ഓർമ്മ വരേണ്ട. നീ എന്റെ സിതാരയായി മാത്രം ഇവിടെ നിന്നാൽ മതി. പഴയ കാര്യങ്ങളൊന്നും ഇനി നമുക്ക് വേണ്ട. അവൾ പതുക്കെ അവന്റെ നെഞ്ചിലേക്ക് മുഖം ചായ്ച്ചു. ഒരു വലിയ കൊടുങ്കാറ്റടങ്ങിയതുപോലെ അവൾ ശാന്തയായി. പക്ഷേ അമിത് ആകാശത്തേക്ക് നോക്കി ഉറപ്പിച്ചു. അവൾ ഓർക്കാൻ ഭയപ്പെടുന്നത് എന്താണോ അത് അവളുടെ ജീവന് ഭീഷണിയായ ഒന്നാണ്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. ഓഫീസിൽ നിന്നെത്തിയ അമിത് സിതാരയെ അന്വേഷിച്ചപ്പോഴാണ് വേലക്കാരികൾ പറയുന്നത് അമ്മായി വന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോയി എന്ന്. അമിതിനത് വിശ്വസിക്കാനായില്ല. തന്നോട് പറയാതെ അമ്മായി എവിടേക്കാണ് അവളെ കൊണ്ടുപോയത്? ഈ സമയം നഗരത്തിലെ ഏറ്റവും വലിയ ലക്ഷറി ക്ലബായ ദ വെൽവെറ്റ് ലോഞ്ച് ഉച്ചത്തിലുള്ള DJ മ്യൂസിക്കും കണ്ണഞ്ചിപ്പിക്കുന്ന ലേസർ ലൈറ്റുകളും കൊണ്ട് അവിടെ ആകെ ബഹളമയമായിരുന്നു. നഗരത്തിലെ വലിയ പണക്കാരും ബിസിനസ്സുകാരും ഒത്തുചേർന്ന പാർട്ടിയാണത്. ആ ആൾക്കൂട്ടത്തിനിടയിലേക്ക് അമ്മായി സുഭദ്ര നടന്നു വന്നു. അവരുടെ കയ്യിൽ സിതാരയുടെ കൈ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സിതാരയുടെ കോലം ദയനീയമായിരുന്നു. അവളുടെ ദേഹത്ത് അമ്മായി നിർബന്ധിച്ചണിയിച്ച ശരീരത്തോട് ഒട്ടി നിൽക്കുന്ന ഒരു വെസ്റ്റേൺ ഗൗൺ. അതിനേക്കാൾ കഷ്ടമായിരുന്നു അവളുടെ കാലിലെ ചെരുപ്പുകൾ. ഒട്ടും ശീലമില്ലാത്ത വലിയ കൂർത്ത ഉപ്പൂറ്റിയുള്ള ഹൈ ഹീൽസ്. നടക്കാൻ കഴിയാതെ അവൾ ഓരോ ചുവടും വെക്കാൻ കഷ്ടപ്പെടുകയായിരുന്നു.
ആന്റി, എനിക്ക് വയ്യ, കാല് വേദനിക്കുന്നു, അവൾ കരച്ചിലിന്റെ വക്കിലെത്തി പറഞ്ഞു. പക്ഷേ അമ്മായി അത് കേട്ടില്ല. അവർ അവളെയും വലിച്ച് ക്ലബിന്റെ നടുവിലേക്ക് കൊണ്ടുപോയി. അവിടെ കൂടി നിന്നവരുടെ ശ്രദ്ധ കിട്ടാനായി അമ്മായി കൈകൊട്ടി വിളിച്ചു, ഹലോ എവരിവൺ. സംഗീതത്തിന്റെ ശബ്ദം കുറഞ്ഞു. എല്ലാവരും സുഭദ്രയെയും കൂടെ നിൽക്കുന്ന വിറയ്ക്കുന്ന പെൺകുട്ടിയെയും നോക്കി. സുഭദ്ര പുച്ഛം നിറഞ്ഞ ഒരു ചിരിയോടെ പറഞ്ഞു, നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ആളെ ഞാൻ പരിചയപ്പെടുത്താം. നമ്മുടെ ബിസിനസ് ഐക്കൺ അമിത് മൽഹോത്രയുടെ പ്രിയതമ. എല്ലാവരും അത്ഭുതത്തോടെ സിതാരയെ നോക്കി. ആ നോട്ടങ്ങൾ കണ്ട് സിതാര ഭയന്നു. ബാലൻസ് കിട്ടാതെ അവളുടെ ഹൈ ഹീൽസ് തെന്നി. അവൾ മുന്നോട്ട് ആഞ്ഞുപോയി. കഷ്ടിച്ചാണ് വീഴാതെ പിടിച്ചു നിന്നത്. അവളുടെ ആ വെപ്രാളം കണ്ടപ്പോൾ അതൊരു കോമാളിക്കളിയായിട്ടാണ് അവിടെയുള്ളവർക്ക് തോന്നിയത്. കൂടി നിന്നവർക്കിടയിൽ അത് ചിരി ഉയർത്തി. ഇതാണോ അമിതിന്റെ ഭാര്യ? നടക്കാൻ പോലും അറിയില്ലല്ലോ. മൽഹോത്ര ഗ്രൂപ്പിന്റെ സ്റ്റാൻഡേർഡ് പോയല്ലോ. പരിഹാസ ചിരികൾ അലയടിച്ചു. അമ്മായി ആ ചിരി ആസ്വദിക്കുകയായിരുന്നു. അമിതിനെ നാണം കെടുത്തുക എന്ന അവരുടെ ലക്ഷ്യം നടന്നിരിക്കുന്നു. സിതാരയ്ക്ക് ഒന്നും മനസ്സിലായില്ല. എല്ലാവരും തന്നെ നോക്കി ചിരിക്കുന്നത് കണ്ട് താൻ എന്തോ തെറ്റ് ചെയ്തുവെന്ന് അവൾ കരുതി. അവൾ പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. അമിത്, അമിത് എവിടെ? അവൾ ചുറ്റും നോക്കി. അമ്മായി വീണ്ടും അവളെ ആ ആൾക്കൂട്ടത്തിലേക്ക് തള്ളിവിട്ടു. പരിഭ്രമത്തോടെ അവൾ വീണ്ടും അമിതിനെ തിരഞ്ഞു. ആ വെപ്രാളത്തിനിടയിൽ ഹൈഹീൽസ് ചെരുപ്പുകൾ പടിക്കെട്ടുകളിൽ ഉടക്കി അവൾ ബാലൻസ് തെറ്റി താഴേക്ക് വീഴാൻ പോയി. ആ സമയത്താണ് പാർട്ടിയുടെ കവാടം തുറന്ന് രണ്ടുപേർ അകത്തേക്ക് വന്നത്. അവരെ കണ്ടതും സിതാരയുടെ ഉള്ളിൽ ഒരു മിന്നൽ പിണർ പാഞ്ഞു. നിശ്ചലമായ അവളുടെ കണ്ണുകൾക്ക് മുന്നിൽ പഴയൊരു ദൃശ്യം തെളിഞ്ഞു വന്നു. ഇരുട്ടുള്ള ഒരു രാത്രി. തന്റെ നേർക്ക് ഇരച്ചു വരുന്ന ഒരു കാറിന്റെ ഹെഡ്ലൈറ്റുകൾ, ടയറുകൾ റോഡിൽ ഉരസുന്ന ശബ്ദം. തന്നെ ഇടിച്ചു തെറിപ്പിക്കാൻ വരുന്നത് ഇതേ മുഖങ്ങളാണോ? ആ ഓർമ്മയിൽ അവളുടെ ശ്വാസം നിലച്ചുപോയി. അവൾ വിറയ്ക്കുന്ന കൈകളോടെ തലയിൽ പിടിച്ചു. പാർട്ടിയുടെ വലിയ ഹാളിൽ ആഡംബര വെളിച്ചങ്ങൾക്കിടയിൽ സിതാരയുടെ ഹൈഹീൽസ് ചെരുപ്പുകൾ പടികളിൽ തട്ടി പാളിപ്പോയ ആ നിമിഷം ലോകം നിശ്ചലമായതുപോലെ അവൾക്ക് തോന്നി. വീഴ്ചയുടെ ആഘാതത്തിൽ അവളുടെ തലയ്ക്കുള്ളിൽ മിന്നൽ പിണരുകൾ പാഞ്ഞു. വർഷങ്ങളായി അടഞ്ഞുകിടന്ന ഓർമ്മകളുടെ വാതിൽ ആ ഒരൊറ്റ സെക്കൻഡിൽ മലർക്കെ തുറക്കപ്പെട്ടു. അതേസമയം പാർട്ടിക്കെത്തിയ ആ രണ്ടുപേരും സിതാരയെ കണ്ട് ശില കണക്കെ തറഞ്ഞു നിന്നുപോയി. അവരുടെ മുഖത്തെ ചോര വാർന്നുപോയി. ഇവൾ ഇവൾ മരിച്ചില്ലേ? ആ കാർ അപകടത്തിൽ ഇവൾ തീർന്നതാണല്ലോ. ഇവൾ എങ്ങനെ ഇവിടെ എത്തി? അവരുടെ ഉള്ളിൽ ഭയം തളം കെട്ടി. പടികളിൽ വീഴാതിരിക്കാൻ ബാലൻസ് ചെയ്യുമ്പോൾ അവൾ കണ്ടത് ആ രണ്ടുപേരെയാണ്. വിക്രം ദേശായിയും അവന്റെ കൂടെയുള്ള പെൺകുട്ടിയും. വിക്രമിനെ കണ്ടതും അവളുടെ സിരകളിൽ രക്തം തണുത്തുറഞ്ഞു. മൽഹോത്ര കുടുംബത്തെക്കാൾ സമ്പന്നമായ പ്രൗഢിയുള്ള ദേശായി കുടുംബത്തിന്റെ ഏക അവകാശിയായിരുന്നു അവൾ. തന്റെ മാതാപിതാക്കളുടെ മരണശേഷം താൻ വിശ്വസിച്ച ഏക വ്യക്തി വിക്രമായിരുന്നു. To new beginnings. Full of hope. I love you. I love you too. Ready for a night out? Absolutely. You look amazing. You too. Let's go. വിവാഹം ഉറപ്പിച്ച നാൾ മുതൽ തന്റെ സ്വത്തും പണവും ഉപയോഗിച്ച് അവൻ ആർഭാടമായി ജീവിക്കുകയായിരുന്നു. ഓരോ ദിവസവും അവളിൽ നിന്ന് അവൻ ലക്ഷങ്ങൾ തട്ടിയെടുത്തു. പക്ഷേ സ്നേഹത്തിന് വേണ്ടി ദാഹിച്ചിരുന്ന അവൾക്ക് അതൊന്നും അന്ന് മനസ്സിലായില്ല. അവൻ തന്നെ സ്നേഹിച്ചിരുന്നത് തന്റെ ഹൃദയത്തിനല്ല, പകരം ദേശായി കുടുംബത്തിന്റെ കോടികൾ വിലമതിക്കുന്ന സ്വത്തിനു വേണ്ടിയായിരുന്നു എന്ന സത്യം അവൾ തിരിച്ചറിഞ്ഞ ആ കറുത്ത രാത്രി അവളുടെ മുന്നിൽ തെളിഞ്ഞു. വിക്രമിന്റെ ചതി നേരിട്ട് പിടികൂടിയ ദിവസം സിതാര അവനെ ചോദ്യം ചെയ്തു. അന്ന് രാത്രി തന്റെ വഴിയിലെ തടസ്സം നീക്കാൻ അവൻ കണ്ടെത്തിയ മാർഗം അവളെ കൊലപ്പെടുത്തുക എന്നതായിരുന്നു. ഇരുട്ടുള്ള റോഡിലൂടെ അവൾ നടന്നു പോകുമ്പോൾ അവളുടെ നേർക്ക് ഇരച്ചു കയറി വന്ന ആ കാർ, ആ വലിയ ആഘാതം, ആ നിമിഷമാണ് അവൾക്ക് ലോകം അന്യമായതും ഓർമ്മകൾ നഷ്ടപ്പെട്ടതും. കഴിഞ്ഞ ഒരു വർഷമായി അവൾ ഒരു കൊച്ചുകുട്ടിയായി ജീവിക്കുകയായിരുന്നു. താൻ ആരാണെന്നോ തന്നെ കൊന്നതാരാണെന്നോ അറിയാതെ. ഈ സമയം വിക്രം ദേശായിയും അവന്റെ കാമുകിയും ഞെട്ടലോടെ അവളെ ഉറ്റുനോക്കി. മരിച്ചെന്നുറപ്പിച്ചവൾ എങ്ങനെ ജീവനോടെ തിരിച്ചു വന്നു എന്ന ഭയം അവരുടെ കണ്ണുകളിൽ നിഴലിച്ചു. സിതാരയുടെ കണ്ണുകളിൽ ഒരു നിമിഷം ആ പഴയ തന്റെ ഇടമുള്ള ഉടമസ്ഥയുടെ ഭാവം വന്നു. പക്ഷേ അവൾ അതുടൻ തന്നെ മറച്ചു പിടിച്ചു.
അപ്പോഴാണ് ഹാളിലെ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് അമിത് മൽഹോത്ര അകത്തേക്ക് പാഞ്ഞു വന്നത്. പടികളിൽ തളർന്നിരിക്കുന്ന സിതാരയെ കണ്ടതും അവന്റെ ഉള്ളൊന്ന് പിടഞ്ഞു. അവൾക്ക് ബോധം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നില്ലെങ്കിലും ഓർമ്മകളുടെ ആഘാതവും ശരീരത്തിന്റെ തളർച്ചയും കാരണം ഒരു തരിമ്പ് പോലും ചലിക്കാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല. ഭയന്ന് വിറച്ച് ശ്വാസം കിട്ടാതെ കൈകൾ തലയിൽ അമർത്തിയിരിക്കുന്ന അവളെ കണ്ട അമിത്തിന്റെ കണ്ണുകളിൽ രോഷം അഗ്നിയായി പടർന്നു. അവൻ ആൾക്കൂട്ടത്തെ വകഞ്ഞു മാറ്റി അവളുടെ അരികിലെത്തി. വിറയ്ക്കുന്ന അവളിലെ പെൺകുട്ടിയെ അവൻ ചേർത്ത് പിടിച്ചു. എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും സിതാരയുടെ കാലുകൾക്ക് ബലം കിട്ടുന്നുണ്ടായിരുന്നില്ല. ഒരടി പോലും നടക്കാൻ വയ്യാതെ തളർന്നു പോയ അവളെ ലോകം മുഴുവൻ സാക്ഷിയാക്കി അമിത് തന്റെ കരുത്തുറ്റ കൈകളിൽ കോരിയെടുത്തു. അവന്റെ കൈകൾ സിതാരയെ ഒരു പൂവിനെ പോലെ അതീവ ജാഗ്രതയോടെയാണ് ചേർത്ത് പിടിച്ചിരുന്നത്. ആ നെഞ്ചിലെ ചൂടിൽ മുഖം അമർത്തിയിരിക്കുമ്പോൾ താൻ സുരക്ഷിതയാണെന്ന വലിയൊരു തിരിച്ചറിവ് സിതാരയുടെ ഉള്ളിൽ നിറഞ്ഞു. ചുറ്റും കൂടി നിന്ന അതിഥികൾ പരസ്പരം നോക്കി അടക്കം പറയാൻ തുടങ്ങി. അമിത് തലയുയർത്തി സുഭദ്ര അമ്മായിയെ നോക്കി. അവന്റെ കണ്ണുകളിൽ ദേഷ്യം കൊണ്ട് കനലുകൾ കത്തുന്നുണ്ടായിരുന്നു. How could you do this to me? Please stop this now. Just say no, no! നിങ്ങൾക്ക് ഇതെന്തിന്റെ നിർബന്ധമായിരുന്നു അമ്മായി? അവന്റെ ശബ്ദം ആ ഹാളിൽ മുഴങ്ങി. അന്തസ്സിന്റെയും പാരമ്പര്യത്തിന്റെയും പേര് പറഞ്ഞ് തറവാട്ടിൽ അഹങ്കാരം കാട്ടുന്ന നിങ്ങൾ എന്തിനാണ് എന്റെ അനുവാദമില്ലാതെ ഈ പാവത്തിനെ ഇങ്ങോട്ട് വലിച്ചിഴച്ചത്? ഇവൾക്ക് ഭ്രാന്താണെന്ന് വിളിച്ചു കൂവി നടന്ന നിങ്ങൾ തന്നെയാണല്ലോ അവളെ പ്രദർശിപ്പിക്കാൻ ഈ ആൾക്കൂട്ടത്തിനിടയിലേക്ക് കൊണ്ടുവന്നത്. സുഭദ്ര അമ്മായി എന്തോ പറയാൻ ശ്രമിച്ചെങ്കിലും അമിത് കൈ ഉയർത്തി അവരെ തടഞ്ഞു. അവന്റെ ശബ്ദത്തിൽ ഇപ്പോൾ വേദനയും ദേഷ്യവും കലർന്നിരുന്നു. ഇവൾക്ക് ഈ ഹൈ ഹീൽസും ആഡംബരങ്ങളും ഒന്നും വേണ്ടായിരുന്നു. ഇവൾക്ക് വേണ്ടിയിരുന്നത് കുറച്ച് സമാധാനവും സ്നേഹവുമാണ്. എന്റെ ആ വീടിന്റെ പടിവാതിലിനപ്പുറം അവൾ സുരക്ഷിതയാണെന്ന് ഞാൻ കരുതി. പക്ഷേ സ്വന്തം ബന്ധുക്കൾ തന്നെ അവളെ ശത്രുക്കൾക്ക് മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കുമെന്ന് ഞാൻ പോലും കരുതിയില്ല. ഇനി മേലിൽ എന്റെ ഭാര്യയുടെ നേരെ വിരൽ ചൂണ്ടാനോ അവളുടെ ജീവിതത്തിൽ ഇടപെടാനോ മൽഹോത്ര കുടുംബത്തിൽ ആർക്കും അവകാശമില്ല, അമ്മായിക്കാണെങ്കിൽ പോലും. അമിത് സംസാരിക്കുന്നതിനിടയിൽ ദൂരെ മാറി നിന്നിരുന്ന വിക്രം ദേശായിയുടെയും അവസ്ഥ പരിതാപകരമായിരുന്നു. മരിച്ചെന്ന് താൻ ഉറപ്പിച്ച പെൺകുട്ടി തൊട്ടു മുന്നിൽ നിൽക്കുന്ന വിക്രമിന്റെ മുഖം വിളറി വെളുത്തു. കൈകൾ അറിയാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഇവൾ എങ്ങനെ അമിത് മൽഹോത്രയുടെ ഭാര്യയായി? ഇവൾക്ക് എല്ലാം ഓർമ്മയുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മുടെ കഥ ഇവിടെ അവസാനിക്കും. വിക്രം തന്റെ കാമുകിയുടെ കാതിൽ മന്ത്രിച്ചു. അവളും ഭയത്താൽ ശ്വാസം വിടാൻ പോലും മറന്നു നിൽക്കുകയായിരുന്നു. സിതാരയുടെ മൗനവും ആ നോട്ടവും അവരിൽ വലിയൊരു പ്രഹരമായി പതിച്ചു. പാർട്ടിയിലെ ആഡംബരവർഗം അമിത്തിന്റെ ആ ഇമോഷണൽ സംസാരം കേട്ട് സ്തംഭിച്ചു പോയി. മുംബൈയിലെ ഏറ്റവും വലിയ ബിസിനസ്മാൻ ഒരു ഭിക്ഷക്കാരി എന്ന് ലോകം വിളിച്ച പെൺകുട്ടിക്ക് വേണ്ടി ഇങ്ങനെ നിൽക്കുമെന്ന് അവർ കരുതിയില്ല. പലരുടെയും കണ്ണുകളിൽ പരിഹാസത്തിന് പകരം അമിത്തിനോടുള്ള ബഹുമാനം നിറഞ്ഞു. അവൻ സിതാരയെ കൈകളിൽ കോരിയെടുത്തു. അവളുടെ ശിരസ് അവന്റെ തോളിൽ സുരക്ഷിതമായിരുന്നു. ഒരു രാജകുമാരൻ തന്റെ രാജകുമാരിയെ സംരക്ഷിക്കുന്നത് പോലെ അവൻ നടന്നു നീങ്ങി. ഹാളിൽ അവശേഷിച്ചത് വിക്രമിന്റെ ഉള്ളിലെ ഭയവും അമ്മായിയുടെ അപമാനം അമിത് പകർന്നു നൽകിയ ആ വീര്യവും മാത്രമായിരുന്നു. സിതാരയുടെ കണ്ണുകൾ പാതി അടഞ്ഞിരുന്നുവെങ്കിലും അവളുടെ ഉള്ളിലെ ശ്രുതി ദേശായി ഉണർന്നു കഴിഞ്ഞിരുന്നു. അതായിരുന്നു അവളുടെ പേര്. ആ ബോധക്ഷയത്തിനിടയിലും അവൾ ഒരു കാര്യം ഉറപ്പിച്ചു: വിക്രമിന്റെ തകർച്ച തന്റെ കൈകൊണ്ട് തന്നെ ആയിരിക്കും. കാറിലിരിക്കുമ്പോൾ അമിത് അവളെ ആശ്വസിപ്പിച്ചു. പക്ഷേ സിതാരയുടെ ഉള്ളിൽ ഇപ്പോൾ ചിന്തകൾ മറ്റൊന്നായിരുന്നു. തനിക്കിപ്പോൾ ഓർമ്മകൾ കിട്ടിയെന്ന് വിക്രം അറിയാൻ പാടില്ല. തന്റെ സ്വത്തുക്കൾ കൈക്കലാക്കി സുഖിക്കുന്ന വിക്രമിനെ അവന്റെ ലോകത്ത് വെച്ച് തന്നെ തകർക്കണം. തന്റെ ഈ അവസ്ഥയിൽ തന്നെ പൊന്നുപോലെ നോക്കുന്ന അമിത്തിനോടുള്ള കടപ്പാട് എന്നും ഉണ്ടാകണം. സിതാര അപ്പോഴും അമിത്തിന്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി ഒരു കൊച്ചുകുട്ടിയായി അഭിനയിച്ചു. പക്ഷേ അവളുടെ നനഞ്ഞ വെള്ളാരം കണ്ണുകളിൽ ഇപ്പോൾ നിഷ്കളങ്കതയല്ല, മറിച്ച് തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചവരോടുള്ള കത്തുന്ന പകയായിരുന്നു. വിക്രം ദേശായിയുടെ സാമ്രാജ്യം തകർക്കാനുള്ള സിതാര ദേശായിയുടെ പോരാട്ടം അവിടെ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. അവിടെ നിന്ന് വീട്ടിലെത്തിയ ശേഷം അമിത് സിതാരയെ അതീവ ശ്രദ്ധയോടെയാണ് പരിചരിച്ചത്. സിതാരയെ കട്ടിലിൽ കിടത്തി അവൾക്ക് പുതപ്പ് പുതപ്പിച്ചു കൊടുക്കുമ്പോൾ അമിത്തിന്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവന്റെ മുഖത്ത് സങ്കടവും കുറ്റബോധവും നിറഞ്ഞു നിന്നു. സിതാര പതുക്കെ കണ്ണു തുറന്നപ്പോൾ കണ്ടത് തനിക്ക് കാവലിരുന്ന് കണ്ണു നിറഞ്ഞു നിൽക്കുന്ന അമിത്തിനെയാണ്. അവൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ അമിത് അവളെ തടഞ്ഞു. വേണ്ട സിതാര, നീ വിശ്രമിക്കൂ. ഞാൻ ഞാൻ എനിക്ക് നീ മാപ്പ് തരുമോ? നിന്നെ സംരക്ഷിക്കുമെന്ന് ഉറപ്പു നൽകിയിട്ട് നിന്നെ ആ ശപിക്കപ്പെട്ട പാർട്ടിയിലേക്ക് പോകാൻ ഞാൻ അനുവദിച്ചല്ലോ. അവന്റെ ശബ്ദമിടറി. സിതാര ഒന്നും മിണ്ടാതെ അവനെ നോക്കി. അമിത് അവളുടെ കൈകൾ തന്റെ ഉള്ളം കൈയിൽ ചേർത്തു പിടിച്ചു. ലോകം നിന്നെ പരിഹസിച്ചാലും ഭ്രാന്തി എന്ന് വിളിച്ചാലും എനിക്ക് നീ എന്റെ ജീവനാണ് സിതാര. ഈ സമ്പത്തോ ബിസിനസ്സോ ഒന്നുമല്ല എനിക്ക് വലുത്. നിന്റെ ഈ നിഷ്കളങ്കമായ ചിരിയാണ്.
ഇന്ന് നിന്നെ ആ ആൾക്കൂട്ടത്തിന് നടുവിൽ കണ്ടപ്പോൾ എന്റെ നെഞ്ച് തകരുകയായിരുന്നു. നിനക്ക് ഓർമ്മകൾ തിരിച്ചു കിട്ടിയാലും ഇല്ലെങ്കിലും, നീ പഴയ സിതാരയായാലും അല്ലെങ്കിലും, നിന്നെ വിട്ടുകൊടുക്കാൻ എനിക്ക് കഴിയില്ല. നീ എന്റെ കൂടെ സുരക്ഷിതയായിരിക്കണം. അമിത് അവളുടെ കൈകളിൽ തലചായ്ച്ചിരുന്നു. അവന്റെ കണ്ണുകളിൽ നിന്ന് ഒരു തുള്ളി കണ്ണീർ അവളുടെ കൈകളിൽ വീണു. ആ സ്പർശനം സിതാരയുടെ ഉള്ളിലെ പകയുടെയും വേദനയുടെയും കനലുകൾക്ക് മുകളിൽ പെയ്ത കുളിർമഴ പോലെയായിരുന്നു. സിതാരയുടെ ഉള്ളിലെ ശ്രുതി ദേശായി ആ നിമിഷം അലിഞ്ഞുപോയി. താൻ സ്വത്തുക്കൾക്ക് വേണ്ടിയുള്ള യുദ്ധത്തിലാണെന്നും വിക്രമിനോട് പ്രതികാരം ചെയ്യണമെന്നും വിചാരിക്കുമ്പോഴും തന്നെ ഒരു നിഴൽ പോലെ സ്നേഹിക്കുന്ന ഈ മനുഷ്യനെ അവൾ തിരിച്ചറിഞ്ഞു. വിക്രം ദേശായി തന്നെ സ്നേഹിച്ചത് തന്റെ പണത്തിനു വേണ്ടിയായിരുന്നു. പക്ഷേ അമിത് തന്റെ പേരോ പാരമ്പര്യമോ ഒന്നും അറിയാതെ തെരുവിൽ നിന്ന് വന്ന വെറും ഒരു പെൺകുട്ടിയായിരുന്നപ്പോൾ പോലും അയാൾ തന്നെ ചേർത്ത് പിടിച്ചു. എനിക്ക് ഇനി ആരെയും പേടിക്കാനില്ല, അവൾ മനസ്സിൽ ഉറപ്പിച്ചു. വിക്രമിനുള്ള ശിക്ഷ ഞാൻ നൽകും. പക്ഷേ എന്റെ ജീവിതം ഇനി അമിത്തിനൊപ്പമാണ്. എന്റെ സത്യങ്ങൾ അവനോട് പറയുന്ന ദിവസം ദൂരെയല്ല. ഈ ലോകത്ത് എനിക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരേ ഒരു ഹൃദയം ഇവനാണ്. അവൾ പതുക്കെ അമിത്തിന്റെ തലയിൽ കൈവച്ചു. തന്റെ അഭിനയം തുടരുമ്പോഴും അവളുടെ ഉള്ളം സ്നേഹം കൊണ്ട് നിറഞ്ഞിരുന്നു. പ്രതികാരത്തെക്കാൾ വലുത് ഈ മനുഷ്യന്റെ കൂടെയുള്ള ജീവിതമാണെന്ന് അവൾ ആ നിമിഷം ഉറപ്പിച്ചു. അമിത് മുറിയിൽ നിന്നും പോയി കഴിഞ്ഞതിന് ശേഷം സിതാര തന്റെ മുറിയിൽ കയറി വാതിലടച്ചു. അമിത് അവൾക്ക് നൽകിയിരുന്ന ഫോൺ കയ്യിലെടുക്കുമ്പോൾ അവളുടെ വിരലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൾ പഴയ ഒരു നമ്പർ ഡയൽ ചെയ്തു. തന്റെ വിശ്വസ്തനായ പേഴ്സണൽ അസിസ്റ്റന്റ് പ്രകാശിന്റെ നമ്പർ. പ്രകാശ്, ഇത് ഞാനാണ്, സിതാര ദേശായി. മറുതലയ്ക്കൽ കേട്ട പ്രകാശിന്റെ ഞെട്ടൽ ഫോണിൽ നിന്നും പുറത്തു വന്നു. താൻ സുരക്ഷിതയാണെന്നും ഇപ്പോൾ മൽഹോത്ര തറവാട്ടിലാണെന്നും പറഞ്ഞ അവൾ ഉടൻ തന്നെ കാണണമെന്നും പ്രകാശിനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ പിറ്റേന്ന് അമിത് ഓഫീസിൽ പോയ ഉടൻ തന്നെ അവൾ മുറിയിൽ നിന്ന് ആരും കാണാതെ ഇറങ്ങി. പക്ഷേ പുറത്തേക്ക് പോകാൻ തുടങ്ങിയ സിതാരയെ ജോലിക്കാരി തടഞ്ഞു. കുട്ടി എങ്ങോട്ടാണ്? സാർ പറഞ്ഞിട്ടുണ്ട് തനിച്ചു വിടരുതെന്ന്. ആ നിമിഷം സിതാരയ്ക്ക് ദേഷ്യം വന്നുവെങ്കിലും അവൾ തന്റെ കൊച്ചുകുട്ടി വേഷം തുടർന്നു. എനിക്ക് അമിതിനെ കാണണം, എനിക്ക് പുറത്തു പോകണം, അവൾ വാശി പിടിച്ചു. ഒടുവിൽ ജോലിക്കാരി അമിതിനെ വിളിച്ചു. വിവരം അറിഞ്ഞ ഉടനെ അമിത് വീട്ടിലെത്തി. എന്താ സിതാര, നിനക്ക് എങ്ങോട്ടെങ്കിലും പോകണോ? അമിത് സ്നേഹത്തോടെ ചോദിച്ചു. എനിക്ക് പുറത്തു പോകണം അമിത്, എനിക്ക് കറങ്ങാൻ പോകണം, കോഫി ഷോപ്പിൽ പോകാം നമുക്ക്, അവൾ കൊഞ്ചലോടെ പറഞ്ഞു. അമിത് കൂടെ വന്നാൽ പ്രകാശിനെ കാണാൻ കഴിയില്ലല്ലോ എന്ന് അവൾ ഒരു നിമിഷം ആകുലപ്പെട്ടു. എങ്കിലും എന്തെങ്കിലും സാഹചര്യം ഉണ്ടാകുമെന്ന് കരുതി അവൾ അമിത്തിനൊപ്പം ഇറങ്ങി. നഗരത്തിലെ വലിയൊരു മാളിലേക്കാണ് അമിത് അവളെ കൊണ്ടുപോയത്. കോഫി ഷോപ്പിൽ ഇരിക്കുമ്പോൾ സിതാര പറഞ്ഞു, അമിത്, എനിക്ക് ടോയ്ലറ്റിൽ പോകണം. അമിത് അവളെ വാഷ്റൂമിനടുത്ത് എത്തിച്ചു. അവിടെ മറഞ്ഞു നിന്നിരുന്ന പ്രകാശിനെ അവൾ കണ്ടുമുട്ടി. ആ കുറഞ്ഞ നിമിഷങ്ങൾക്കുള്ളിൽ അവൾ നിർദ്ദേശങ്ങൾ നൽകി. പ്രകാശ്, എന്റെ ബാങ്ക് അക്കൗണ്ടുകളും ബാക്കിയുള്ള സ്വത്തുക്കളും ഉടൻ മരവിപ്പിക്കണം. വിക്രം എന്റെ കാർഡുകൾ വരെ ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്ന് എനിക്കറിയാം. നിയമപരമായി അവൻ ഇനി 1 രൂപ പോലും കിട്ടരുത്. അവൻ ആഡംബരത്തിൽ കഴിയുന്നത് എന്റെ പണം കൊണ്ടാണ്. അത് ഇന്ന് അവസാനിക്കണം. അതേസമയം പുറത്ത് അമിത് ആകെ പരിഭ്രമിച്ചു നിൽക്കുകയായിരുന്നു. സിതാര പോയിട്ട് കുറെ നേരമായല്ലോ, അവൾക്ക് എന്തെങ്കിലും പറ്റിയോ? അവൻ ഓരോ സെക്കൻഡും വാച്ചിലേക്ക് നോക്കി. അവൻ അകത്തേക്ക് വരാൻ തുടങ്ങിയപ്പോഴേക്കും സിതാര ചിരിച്ചുകൊണ്ട് തിരിച്ചെത്തി. അമിത്, എനിക്ക് കൈ കഴുകാൻ വൈകിപ്പോയി, വാ നമുക്ക് കോഫി കുടിക്കാം. നിഷ്കളങ്കമായി ചിരിച്ചുകൊണ്ട് അവൾ അമിത്തിന്റെ കൈകളിൽ തൂങ്ങി. അപ്പോഴും അവളുടെ മനസ്സിൽ വിക്രം ദേശായിയുടെ പതനം തുടങ്ങുന്നതിന്റെ ആശ്വാസമായിരുന്നു. തന്റെ പണം കൊണ്ട് വിക്രം നയിക്കുന്ന ആർഭാട ജീവിതത്തിന് സിതാര ദേശായി അന്ത്യമിട്ട് കഴിഞ്ഞിരുന്നു. പെട്ടെന്നാണ് മാളിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും വിക്രം ദേശായി ഒരു വേട്ടക്കാരന്റെ ചിരിയോടെ അവർക്ക് മുന്നിലേക്ക് നടന്നു വന്നത്. അവന്റെ കയ്യിൽ മനോഹരമായ ഒരു വെൽവെറ്റ് ബോക്സും ഉണ്ടായിരുന്നു. അമിതിന് മുന്നിൽ താൻ വലിയൊരു മാന്യനാണെന്ന് കാണിക്കാൻ അവൻ ശ്രമിച്ചു. അമിത്, നിന്റെ ഭാര്യയ്ക്ക് എന്റെ വക ഒരു ചെറിയ സമ്മാനം. മൽഹോത്ര കുടുംബത്തിന്റെ മരുമകൾക്ക് ഇത് അർഹതപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം ആ ബോക്സ് തുറന്നു. അകത്ത് തിളങ്ങുന്ന ആ ഡയമണ്ട് നെക്ലസ് കണ്ടപ്പോൾ സിതാരയുടെ ഉള്ളൊന്നു പിടഞ്ഞു. അവൾക്ക് എല്ലാം ഓർമ്മ വന്നു. തന്റെ 20ാം പിറന്നാളിന് സ്വന്തം ഇഷ്ടപ്രകാരം താൻ ഡിസൈൻ ചെയ്ത് വാങ്ങിയ നെക്ലസ്. അത് തന്റെ പെട്ടിയിൽ നിന്ന് മോഷ്ടിച്ചതാണ് വിക്രം. തന്നെ ഈ ഭ്രാന്തിയുടെ രൂപത്തിലും അവൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഈ സമ്മാനത്തിലൂടെ അവളെ വീണ്ടും കെണിയിൽപ്പെടുത്താനാണ് അവൻ നോക്കുന്നതെന്ന് സിതാരയ്ക്ക് മനസ്സിലായി. പക്ഷേ പഴയ സിതാരയെ പോലെ കരയാനോ തളരാനോ അവൾ തയ്യാറായിരുന്നില്ല.
അവൾ ആ നെക്ലസിലേക്ക് പുച്ഛത്തോടെ നോക്കി. അടുത്ത നിമിഷം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അവൾ ആ ബോക്സ് തന്റെ കൈകൊണ്ട് തട്ടിത്തെറിപ്പിച്ചു. എനിക്ക് വേണ്ട, ഇതൊന്നും എനിക്ക് വേണ്ട, എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല, ഇതിനൊട്ടും ഭംഗിയില്ല. അവൾ ഒരു വാശി പിടിക്കുന്ന കുട്ടിയെപ്പോലെ ഉറക്കെ വിളിച്ചു പറഞ്ഞു. തറയിൽ വീണ ആ വിലപിടിപ്പുള്ള നെക്ലസിലേക്ക് നോക്കി വിക്രം പകച്ചുപോയി. സിതാര ഉടനെ അമിത്തിന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. അമിത്, എനിക്കിത് വേണ്ട. അമിത്, എനിക്കിതുപോലെ പുതിയൊരെണ്ണം വാങ്ങി തന്നാൽ മതി. എനിക്ക് അതാണ് ഇഷ്ടം. ഈ ചേട്ടന്റെ കയ്യിലുള്ളത് എനിക്ക് ഇഷ്ടമല്ല. അത് കേട്ടപ്പോൾ അമിത്തിന് സന്തോഷമായി. അവൻ വിക്രമിനെ ഒരു പരിഹാസത്തോടെ നോക്കി. കേട്ടല്ലോ വിക്രം, അവൾക്ക് നിന്റെ സമ്മാനം ഇഷ്ടപ്പെട്ടില്ല. എന്റെ ഭാര്യയ്ക്ക് എന്ത് വേണമെന്ന് എനിക്കറിയാം. അമിത് അവളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടന്നു. നടന്നു നീങ്ങുമ്പോൾ സിതാര ഒന്ന് തിരിഞ്ഞു നോക്കി. ആ നോട്ടത്തിൽ വിക്രമിനുള്ള മുന്നറിയിപ്പുണ്ടായിരുന്നു. ഉദ്യോഗജനകമായ ഈ കഥയുടെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ കഥയുടെ തുടർഭാഗത്തിനായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മിസ്സാകാതിരിക്കാൻ ആ ബെൽ ബട്ടൺ കൂടി അമർത്തുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുകയും വേണം. താങ്ക് യു ഫോർ വാച്ചിങ്.